കുറച്ച് നാളൂടെ കഴിഞ്ഞാൽ ഒരു തദ്ദേശഭരണ തെരഞ്ഞെടുപ്പും അവിടെ നിന്ന് കുറച്ചുകൂടെ മുമ്പോട്ട് പോയാൽ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പുമാണ് കേരളത്തെ കാത്തിരിക്കുന്നത്. രണ്ടും കടുത്ത മത്സരമായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഇപ്പോഴേ തന്നെ ഈ തെരഞ്ഞെടുപ്പുകൾ ജയിക്കാൻ വേണ്ട പ്ലാനും പദ്ധതികളുമൊക്കെ തയ്യാറാക്കുകയാണ്. കേരളത്തിലെ സ്ഥിരം പ്രതിപക്ഷം എന്ന് വിശേഷിപ്പിക്കുന്ന BJP കാരണം കാര്യമായ നേട്ടമൊന്നും ഉണ്ടാക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. എന്ത് വില കൊടുത്തും ഈ തവണ 1-2 കോർപ്പറേഷനുകൾ പിടിക്കണമെന്ന വാശിയില്ല. കാരണം കോർപ്പറേഷനുകൾ പിടിച്ചാലേ നിയമസഭയിലേക്ക് കുറച്ച് ശക്തിയായി കാര്യങ്ങൾ നീക്കാൻ പറ്റൂ എന്നവർക്കറിയാം. ഈ അടുത്ത കാലത്ത് തിരുവനന്തപുരത്തെത്തിയ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെ ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. ആദ്യം നിങ്ങൾ കോർപ്പറേഷൻ പിടിക്കണം. തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കാൻ വളരെ വലിയ പദ്ധതികൾ തയ്യാറാക്കുന്നു BJP എന്നാണ് അറിയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട BJP നേതാക്കളെ തന്നെ മത്സരിപ്പിച്ച് തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കുക, അവിടെ നിന്ന് നിയമസഭയിലേക്ക് ഉള്ള സീറ്റുകൾ സമാഹരിക്കുക, ഇതൊക്കെയാണ് ലക്ഷ്യം. ഈ ലക്ഷ്യത്തിലേക്ക് പോകാനായി ഏറ്റവും പ്രധാനമായി BJP ആവിഷ്കരിച്ചിരിക്കുന്ന തന്ത്രം കഴിഞ്ഞ കുറേ നാളുകളായി നമ്മൾ കാണുന്നതാണ്. ക്രിസ്ത്യൻ സഭകളെ ചേർത്ത് നിർത്തി BJPയോട് അടുപ്പിച്ച് അവരിൽ നിന്ന് പരമാവധി വോട്ടുകൾ ശേഖരിച്ച് മുന്നോട്ട് പോവുക. കാരണം ഹിന്ദുക്കളുടെ മാത്രം വോട്ട് കൊണ്ട് ജയിക്കാൻ പറ്റില്ല എന്ന് BJPക്ക് അറിയാം. മുസ്ലിങ്ങളുടെ വോട്ട് പ്രതീക്ഷിക്കാൻ വേണ്ട, കാര്യമായി അവർ BJPയോടൊപ്പം നിൽക്കുന്നില്ല എന്ന് BJP തിരിച്ചറിയുന്നത്. പിന്നെ ഉള്ളത് ക്രൈസ്തവ സഭകളാണ്. ലവ് ജിഹാദ്, നർക്കോട്ടിക് ജിഹാദ് തുടങ്ങി പല വിഷയങ്ങളിലും ക്രൈസ്തവ സഭകൾക്കും BJPക്കും ഒരേ സ്വരമാണെന്ന് BJP പല ഘട്ടത്തിലും തിരിച്ചറിയുന്നു. അതുമാത്രമല്ല അവർ വലിയ കുഴപ്പമില്ല, നമ്മൾ കൂടെ നിൽക്കുന്നവരാണ് എന്നൊരു തോന്നലും BJPക്കുണ്ട്. നമ്മൾ കഴിഞ്ഞ 2-3 ക്രിസ്മസ് കാലമായിട്ട് കാണുന്നുണ്ട്. കേക്ക് കൊണ്ടുപോകുന്നു, ഒരുമിച്ച് ആഘോഷിക്കുന്നു, കെട്ടിപ്പിടിക്കുന്നു. ഹിന്ദു ഒരു സ്നേഹമാണല്ലേ. ഇതൊക്കെ കാണുമ്പോഴും കേരളത്തിൽ ഇതൊക്കെ സംഭവിക്കുമ്പോഴും ഇന്ത്യയിൽ പല സ്ഥലത്തും ഇത്തരത്തിൽ ക്രൈസ്തവ പുരോഹിതർക്കും കന്യാസ്ത്രീകൾക്കും പള്ളികൾക്കുമെതിരെയുള്ള അക്രമങ്ങളൊക്കെ നടന്നു വരുന്നുണ്ട്. അതിനെ ഇവിടെ അപലപിക്കുന്നുണ്ട്. വലിയ കുഴപ്പമൊന്നുമില്ലാത്ത കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പടിവാതിലെത്തി നിൽക്കുന്ന ഈ സമയത്ത്, ക്രൈസ്തവ സഭകളുമായി സാഹോദര്യത്തിൽ പോകുന്ന ഈ സമയത്ത് അതുപോലെ ഒരു പണി അതെവിടെ നിന്നാണ് വന്നേക്കുന്നത്? അങ്ങ് ഛത്തീസ്ഗഡിൽ നിന്ന് വന്നേക്കുന്ന പണിയാണ്. 2 മലയാളി കന്യാസ്ത്രീകൾ, അവർ അവിടെ സഭാപ്രവർത്തനം നടത്തുന്നവരാണ്. സഭയുടെ സ്ഥാപനങ്ങളിലേക്ക് ജോലി ചെയ്യാൻ 2-3 പെൺകുട്ടികളുമായി റെയിൽവേ സ്റ്റേഷനിലെത്തുമ്പോൾ, ഛത്തീസ്ഗഡ് റെയിൽവേ സ്റ്റേഷനിലെത്തുമ്പോൾ അവിടെ ടിക്കറ്റ് എക്സാമിനർ അവരെ തടയുക. ടിക്കറ്റ് എക്സാമിനർ അവരെ തടഞ്ഞിട്ട് അവരുടെ കയ്യിൽ ടിക്കറ്റ് ഉണ്ടോ എന്നാണ് നോക്കേണ്ടത്. ടിക്കറ്റ് എക്സാമിനർ ചെയ്യുന്ന പണി തന്നെയാണ്. നേരെ ബജ്റംഗ് ദൾ പ്രവർത്തകരെ വിളിക്കുകയാണ്. പിന്നെ കാണുന്നത് ബജ്റംഗ് ദൾ പ്രവർത്തകർ വരികയാണ്. ഇവരാണ് ഈ കന്യാസ്ത്രീകളെ പുരോഹിതന്മാരടക്കം ചോദ്യം ചെയ്യുന്നത്, ഈ കുട്ടികളെ ചോദ്യം ചെയ്യുന്നത്. ചുരുക്കത്തിൽ ഈ 2 മലയാളി കന്യാസ്ത്രീകളും ഇപ്പോൾ ഛത്തീസ്ഗഡിൽ ജയിലിലാണ്. ഇവർക്കെതിരെ ചാർത്തിയിരിക്കുന്ന കുറ്റം ഹ്യൂമൻ ട്രാഫിക്കിംഗ്, നിർബന്ധിത മതപരിവർത്തനം അടക്കമുള്ള ഗുരുതരമായ കുറ്റങ്ങളാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ജാമ്യാപേക്ഷയുമായി 2 കോടതികളിലെത്തി. 2 കോടതികളും ഇവരുടെ ജാമ്യാപേക്ഷ സ്വീകരിക്കാനോ കേൾക്കാനോ തയ്യാറായിട്ടില്ല. ഇത് മേൽക്കോടതിയിലേക്ക്, ചുരുക്കം പറഞ്ഞാൽ കൂടുതൽ കടുത്ത കുറ്റങ്ങളുള്ള ഈ കേസുകൾ മേൽക്കോടതികളിലേക്ക്, മനസ്സിലാക്കുന്നത് NIA അടക്കമുള്ള കോടതികളിലേക്ക് ഈ കേസുകൾ മാറും എന്നാണ്. നമ്മുടെ രാജ്യത്ത് ഭരണഘടന അനുസരിച്ച് ഇഷ്ടമുള്ള മതങ്ങളിൽ വിശ്വസിക്കാനും മതങ്ങൾ പ്രചരിപ്പിക്കാനുമുള്ള അവകാശമുള്ള രാജ്യമാണ്. പക്ഷേ നിർബന്ധിത മതപരിവർത്തനം എന്ന ഗുരുതരമായ കുറ്റം ചുമത്തിയാണ് ഈ കന്യാസ്ത്രീകൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. വലിയ പ്രതിഷേധമാണ് രാജ്യത്തെങ്ങും ഇതുമായി ബന്ധപ്പെട്ട് ഉയർത്തിയിരിക്കുന്നത്. പാർലമെൻറ്റിൽ കോൺഗ്രസും ഇന്ത്യ മുന്നണിയുമെല്ലാം വിഷയം ഉന്നയിച്ചു കഴിഞ്ഞു. ഇതെന്താ വെള്ളരിക്ക പട്ടണമാണോ എന്നാണ് KC വേണുഗോപാൽ MP പാർലമെൻറ്റിൽ ചോദിച്ചത്. We thought that police will came and rescue them because last Christmas period, I am also remembering the last Christmas period, our Honorable Prime Minister went to CPCI headquarters and he given a big bhashan and he given full promises to protect minority rights and Christians' rights. In Kerala, madam, our BJP friends, they used to go to Christmas time with a cake. They used to go to Christmas cake. But now what is happening? Last 5 days, these 2 innocent nuns are in jail without any reason. Without any reason. What a cruelty this is. If the country is a banana republic, without any reason you are keeping them in the jail. ഇതേ ചോദ്യം കേരളത്തിലെ ക്രൈസ്തവ സഭകളും ഉന്നയിച്ചിട്ടുണ്ട്. ഏതായാലും ഈ കാര്യത്തിൽ നീതി പ്രതീക്ഷിക്കുന്നു. ഈ കാര്യത്തിൽ എന്താണ് നിലപാട്? BJPയുടെയും
കേന്ദ്ര സർക്കാരിൻ്റെയും ഒക്കെ നിലപാട് എന്താണെന്ന് നോക്കട്ടെ, എന്നിട്ടാകാം ഇനിയുള്ള ചായ കൂടിയും കേക്ക് തീറ്റയും എന്നൊക്കെയാണ് ക്ലെമിസ് ബാവ രാവിലെ പ്രതികരിച്ചത്. രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത്. ഈ സിസ്റ്റേഴ്സിന്റെ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥ, അവർ ജയിലിലാണ്, ജാമ്യം ലഭിച്ചിട്ടില്ല. ഇതൊരു മാനദണ്ഡമായിരിക്കും. ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ കാര്യങ്ങൾ നിരീക്ഷിക്കുന്നതും മുൻപോട്ടുള്ള കാര്യങ്ങൾ പോകുന്നതും സ്വാഭാവികമായി. അപ്പോൾ തീർച്ചയായും ഇവർക്ക് ലഭിക്കേണ്ടുന്ന ഒരു നീതി ലഭിക്കാതെ വരുമ്പോൾ പിന്നെ എന്ത് ചങ്ങാത്തം, പിന്നെ എങ്ങനെയാണ് നമുക്കൊരു സാഹോദര്യത്തിന്റെ പൂർണ്ണത പറയാൻ കഴിയുക? അതുകൊണ്ട് പറയുന്നത് പ്രവർത്തിക്കുക, പ്രവർത്തിക്കുന്നതിൽ ആത്മാർത്ഥത എല്ലാവരും പ്രകടമാക്കുക, ഇതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പെട്ടുപോയത് സംസ്ഥാന BJP നേതൃത്വമാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. ഒരു സൈഡിൽ നിന്ന് എങ്ങനെയെങ്കിലും ഈ ക്രൈസ്തവ സഭകളെയും കൂട്ടി നിർത്തി വരുന്ന തിരഞ്ഞെടുപ്പിലടക്കം നേട്ടമുണ്ടാക്കാവുന്ന കണക്കിൽ മുന്നോട്ട് പോകുമ്പോൾ ഏതോ ഒരു സംസ്ഥാനത്ത് എവിടെയോ കിടക്കുന്ന കുറേ ബജ്രംഗ് ദൾ പ്രവർത്തകർ വരുന്നിട്ട് മലയാളികളായ കന്യാസ്ത്രീകളെ അവരെ തടഞ്ഞു നിർത്തി അവരെ ഹരാസ് ചെയ്ത് ഗുരുതരമായ കേസുകളൊക്കെ ചുമത്തി അവരെ പിടിച്ച് ജയിലിട്ടാക്കിയാണ്. എങ്ങനെ സഹിക്കാൻ പറ്റും? ഏതായാലും BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പത്രസമ്മേളനം വിളിച്ച് ശരിയല്ല എന്നൊക്കെ പറയുന്നുണ്ട്. ആര് കേൾക്കാൻ? ഇവിടെ നിന്ന് മലയാളി കന്യാസ്ത്രീകൾക്ക് നിയമസഹായം നൽകാൻ വേണ്ടി സംസ്ഥാന BJP നേതാവ് അനൂപ് ആൻ്റണിയെ ഛത്തീസ്ഗഡിലേക്ക് വിട്ടു എന്നും പറയുന്നുണ്ട്. പക്ഷെ അനൂപ് ആൻ്റണി അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യാനാണ്? അവിടെ ഈ ജാമ്യാപേക്ഷ കേൾക്കാൻ തയ്യാറല്ല എന്ന് കോടതി അകത്ത് പറയുമ്പോൾ പുറത്ത് ബജ്രംഗ് ദൾ പ്രവർത്തകർ ആഘോഷം നടത്തുകയാണ്, മധുരപലഹാരങ്ങൾ വിതരണം ചെയ്യുകയാണ്. അനൂപ് ആൻ്റണി ചെന്നാൽ കൂടിപ്പോയി അവരുടെ ലഡു കൊടുക്കുക, അതും പേടിച്ച് നിന്നുകൊണ്ട് മിണ്ടായിരിക്കാനല്ലേ പറ്റും. അല്ല ഛത്തീസ്ഗഡ് അല്ല അവിടുത്തെ ഗവൺമെൻറ്റിനോട് അവിടുത്തെ സംവിധാനങ്ങളോട് ഞങ്ങളെ മലയാളികളെ വിടണം എന്നാവശ്യപ്പെടാൻ ഇവർക്ക് പറ്റൂല. വല്ലാത്ത പടലാണ് സംസ്ഥാന BJP നേതൃത്വം പെട്ടിരിക്കുന്നത്. ഇതിനിടെ തന്നെ BJP നേതൃത്വത്തിൻ്റെ ഈ നിലപാടിനെതിരെ BJPക്കകത്ത് തന്നെ അവസരങ്ങൾ ഉയരുന്നുണ്ട്. മുൻ DGP TP സെൻകുമാറിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഈ ഇരിക്കുന്നത് എടുക്കാൻ വേണ്ടി കക്ഷത്തിരിക്കുന്നത് വിടണോ എന്നാണ്. അതായത് മനസ്സിലായി, ഇങ്ങനെയുള്ള ചില സംഗതികളും ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. സംഭവം BJP പറയും ഞങ്ങളുമായി ഒരു ബന്ധമില്ല, ഇത് ബജ്രംഗ് ദളാണ്, അത് BJP അല്ല ബജ്രംഗ് ദളാണെന്ന് പറയുന്നെങ്കിൽ ഇതിന് പ്രശ്നം ഈ കൊടിയെല്ലാം ഒരേ കളറാണ്, സ്വഭാവം ഏതാണ്ട് ഒരേ കളറാണ് എന്നാണ് നാട്ടുകാർ പറയുന്നത്. പിന്നെ കടൽ, അതിപ്പോൾ ഇന്ത്യൻ മഹാസമുദ്രം, ബംഗാൾ ഉൾക്കടൽ, ശാന്തസമുദ്രം, പസഫിക് സമുദ്രം എന്നൊക്കെ പല പേരിൽ അറിയപ്പെടുന്നു. ഇതെല്ലാം കടലല്ലേ എന്ന് ചോദിക്കുന്നവരും ഉണ്ട്. എല്ലാം കടലാണല്ലോ, ഓരോ സ്ഥലത്ത് ഇതിന് ഓരോ പേര് എന്ന് മാത്രമാണ് ഇത് അങ്ങനെയുള്ള വ്യത്യാസം എന്നും പറയുന്നവരുണ്ട്. ഏതായാലും വളരെ പാടുപെട്ട് ഓരോ സൈഡിൽ നിന്ന് ഇങ്ങനെ ഓരോന്ന് അടുത്തടുത്ത് കൂട്ടിക്കൊണ്ട് വരുമ്പോൾ ഇതിങ്ങനെ പൊളിഞ്ഞു പോകുന്നത് വളരെ കഷ്ടമാണ് എന്ന് മാത്രമാണ് BJPക്കാർ പറയുന്നത്. ഏതായാലും ഇഷ്ടപ്പെട്ട മതത്തിൽ വിശ്വസിക്കാനും അത് പ്രചരിപ്പിക്കാനും അതുമായി ബന്ധപ്പെട്ട ആരാധനകൾ നടത്താനുമുള്ള എല്ലാം സ്വാതന്ത്ര്യം നമ്മുടെ രാജ്യത്തുണ്ട് എന്നിരിക്കെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ അരങ്ങേറുന്നത് ദൗർഭാഗ്യകരമാണ് എന്നാണ് ഭരണഘടനയിലും ജനാധിപത്യത്തിലേക്ക് വിശ്വസിക്കുന്ന ആളുകൾ പറയുന്നത്. കേരളം എത്ര സുന്ദരം!